ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാമേ. നമ്മളിപ്പോൾ ഒരു കരിക്ക് വാങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ കരിക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അമ്മയ്ക്ക് ചെറുതായിട്ടൊരു തളർച്ച പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മളൊരു കരിക്ക് വാങ്ങാൻ പോയി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമുള്ള കരിക്ക് നോക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ടെക്നിക്കൊന്നും അറിയത്തില്ല. ചേട്ടൻ അതുപോലെ തന്നെ ഒരു കരിക്ക് വെട്ടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു ഒരു ബുക്കിൻ്റെ കാര്യം. നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് ആ ബുക്ക് തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ചേട്ടൻ നമുക്ക് ഈ കരിക്ക് ഇങ്ങനെ കേട്ടോ വെട്ടി തന്നത്. എനിക്കിതും കൊണ്ട് നടക്കാൻ ശരിക്കും പറഞ്ഞാൽ നാണക്കേടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ തൂക്കിയൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് ചെന്ന് ഒരു 11:30 ആയതല്ലോ കേട്ടോ. നമ്മളപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ എടുത്ത് അപ്പം തന്നെ കഴിച്ചു. പനീർ ചില്ലിയും രസവും മെഴുക്കുരട്ടിയായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബുക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബുക്ക് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അത് കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 2:30-3 മണിയൊക്കെ ആയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുതൽ തുടങ്ങിയ മഴയാണ്, പിന്നെ തീർന്നിട്ടേ ഇല്ല. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ മഴയായപ്പോഴത്തേക്ക്. നമ്മൾ താഴത്തെ കടയിൽ നിന്ന് കുറച്ച് മഞ്ചൂരിയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അനിയത്തിയും കൂടെ അത് ഇരുന്ന് കുറച്ച് നേരം കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ കുറച്ച് പോംഗ്രാനൈറ്റൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നു കേട്ടോ. പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബുക്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ബുക്കും ആയിക്കോട്ടെ, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ആ ബുക്ക് വാങ്ങി തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.